കോഴിക്കോടേക്കാണ്. അവിടെ ജില്ലയിൽ അതിശക്തമായ മഴയിൽ കൂടരഞ്ഞി ഉറുമി പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കാരശ്ശേരി മലാക്കുന്നിൽ മണ്ണിടിഞ്ഞു. ഈങ്ങാപ്പുഴ ടൗണിലും സമീപത്തെ വീടുകളിലും വെള്ളം കയറി. വിലങ്ങാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 2 വർഷം മുൻപ് ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചിളി ഭാഗത്തെ കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കുന്നത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, അപ്പോൾ പലതരത്തിലുള്ള മഴക്കെടുതികൾ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിലങ്ങാട് ഭാഗത്തടക്കം ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടതായുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജില്ലയിലെ പൊതുവെയുള്ള സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ? എന്താണ് ജില്ലാ ഭരണകൂടം ഇതുവരെ എടുത്ത നടപടികൾ? കോഴിക്കോട് ജില്ലയിൽ നഗരഭാഗത്തും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും ഒരുപോലെ തന്നെ ഈ മഴ ബാധിച്ചിട്ടുണ്ട്. നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി, വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുകയും ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മലയോര മേഖലയായ ഭാഗങ്ങളിൽ ഈങ്ങാപ്പുഴയിലും അതോടൊപ്പം തന്നെ മുക്കം കാരശ്ശേരി ഭാഗത്തൊക്കെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഈങ്ങാപ്പുഴ ഭാഗത്ത് ഈ പ്രദേശത്ത് രാവിലെ വരെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഇപ്പോൾ നന്നായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കടകളിലൊക്കെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നും ആളുകൾ പറയുന്നത്. ആളുകൾ പതിയെ കട ഉടമകളൊക്കെ എത്തി ഈ ഷട്ടറുകളൊക്കെ തുറന്ന് കടയുടെ ഉള്ളിലെ അവസ്ഥകളൊക്കെ തന്നെ പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടായ വെള്ളക്കെട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ അടുത്തൊന്നും ഇത്രയും വലിയ വെള്ളക്കെട്ട് ഈങ്ങാപ്പുഴ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പുലർച്ചെ 5-5:30 കൂടിയാണ് ഇങ്ങനെ വെള്ളം ഒലിച്ച് എത്തിയത്. അതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഈ സാധനങ്ങളൊന്നും തന്നെ മാറ്റാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കടയുടമകൾക്ക് എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കൊക്കെ പുറത്ത് വരിക. ഏതായാലും ഈ ഭാഗത്ത് ഈങ്ങാപ്പുഴ ടൗണിൽ പൂർണ്ണമായും വെള്ളം ഇറങ്ങിപ്പോകുന്നതാണ് ആശ്വാസകരമായ കാര്യം. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ വാഹനങ്ങൾക്കും ഇതുവഴി പോകാനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ വയനാട് ഭാഗത്തേക്കോ വയനാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്കോ വാഹനങ്ങൾ വരാൻ പറ്റില്ല, വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. ഈങ്ങാപ്പുഴ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഈങ്ങാപ്പുഴയുടെ മറ്റു ഭാഗങ്ങളിൽ വീടുകളിലും വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് 20-ലധികം വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു. ക്യാമ്പുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സമീപത്തെ പുഴയാണ്. ഈ പുഴയിൽ നിന്നുമാണ് വെള്ളം നഗരത്തിലേക്കും അതോടൊപ്പം തന്നെ വീടുകളിലേക്കും ഒക്കെ കുത്തിക്കയറി വന്നിട്ടുള്ളത്. ഒരുപക്ഷെ മലയോര മേഖലയിൽ, മലയിലും അതോടൊപ്പം തന്നെ വനത്തിലുമൊക്കെ മഴ കുറഞ്ഞാൽ മാത്രമേ പുഴയിൽ ജലനിരപ്പ് താഴുകയുള്ളൂ. എന്നാൽ മാത്രമേ വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞു പോകും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം മുക്കം കാരശ്ശേരി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും പല ഭാഗത്തും കാര്യമായി വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകളിലൊക്കെ തന്നെ വെള്ളം നന്നായി കയറിയിട്ടുണ്ട്. പലരെയും മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. വിലങ്ങാട് ഭാഗത്തും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വിലങ്ങാട് പാരിഷ് ഹാളിലേക്കാണ് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. അവിടെയായിരിക്കും ആളുകളെ പാർപ്പിക്കുകയും ചെയ്യുക. അല്പസമയം വരെ മഴ മാറി നിന്നിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. പ്രത്യേകിച്ചും തിരുവമ്പാടി, മുക്കം, അതോടൊപ്പം തന്നെ താമരശ്ശേരി മേഖലകളിലാണ് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. ഇത് ആളുകളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും വെള്ളം ഒഴിഞ്ഞു പോകുന്ന ഒരു ആശ്വാസത്തിലായിരുന്നു. പക്ഷേ വീണ്ടും ഇങ്ങനെ മഴ ശക്തി പ്രാപിച്ചാൽ വെള്ളം കയറുമോ എന്നുള്ളൊരു ഭയമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ആളുകളൊക്കെ സുരക്ഷിതമായി ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ കൂടി ഒരു പരാതി ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് ഈ വെള്ളം കയറി നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ കൗതുകത്തിന് വെള്ളം കാണുന്നതിന് വേണ്ടി ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അത് വലിയ അപകടം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊട്ട് സമീപത്ത് പുഴ കുത്തി ഒലിക്കുന്നതാണ്. അപ്പോൾ